എല്ലാവർക്കും ഭൂലോകം ടിവിയിലേക്ക് സുസ്വാഗതം. ടോർട്ടലിനി പാസ്ത എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുവെന്നും ഇറ്റലിയുടെ സംസ്കാരത്തിനും ചരിത്രത്തിനും അത് എത്രത്തോളം പ്രധാനമാണെന്നും മനസ്സിലാക്കുന്ന ഒരു അവിശ്വസനീയ കഥ. വടക്കൻ മധ്യ ഇറ്റലിയിലെ എമിലിയ റൊമാഗ്ന മേഖലയിലാണ് ടോർട്ടലിനി പാസ്ത ഉത്ഭവിച്ചത്. ഐതിഹ്യമനുസരിച്ച് ഈ പ്രദേശത്ത് നടന്ന ഒരു യുദ്ധം കാരണം ഒരു ദേവത ഭൂമിയിലേക്ക് വന്നു. തുടർന്ന് അവളുടെ പൊക്കിൾ കൊടി പാസ്തയുടെ ആകൃതിക്ക് പ്രചോദനമായി. ഏതാണ് ആ യുദ്ധം? ടോർട്ടലിനിയുടെ ചരിത്രം ആരംഭിക്കുന്നതിന് നമുക്ക് 14-ാം നൂറ്റാണ്ടിലേക്ക് മടങ്ങാം. അന്നത്തെ മറ്റു പല കാര്യങ്ങളെയും പോലെ ടോർട്ടലിനിയും ഒരു യുദ്ധത്തോടെയാണ് ആരംഭിച്ചത്. അക്കാലത്ത് ഇറ്റലിയിൽ കഴിഞ്ഞ 100 വർഷങ്ങളായി പരസ്പരം പോരടിച്ച 2 രാഷ്ട്രീയ വിഭാഗങ്ങളുണ്ടായിരുന്നു. അവർ പോപ്പിനെ പിന്തുണച്ച ഗോൾഫ്സുകളും വിശുദ്ധ റോമൻ ചക്രവർത്തിയെ പിന്തുണച്ച ഗിബെലൈനുകളുമായിരുന്നു. ഗോൾഫിലെ പ്രധാന നഗരമായിരുന്നു ബൊലോഗ്ന. വടക്കു പടിഞ്ഞാറായി ഏകദേശം 25 മൈൽ അകലെ ഗിബെലൈൻ നഗരമായ മൊഡേനയും ഉണ്ടായിരുന്നു. 1325 എതിരാളികളായ ഈ നഗര സംസ്ഥാനങ്ങൾ സപ്പോളിനോ യുദ്ധക്കളത്തിൽ ഏറ്റുമുട്ടി. ഇരുവശത്തും ഏകദേശം 2000 പേർ കൊല്ലപ്പെട്ട ഗുരുതരമായ ഒരു യുദ്ധമായിരുന്നു അത്. എന്നാൽ അന്ന് മൊഡേന വിജയിയായി. ബൊലോഗ്നി സൈന്യം ഓടി രക്ഷപ്പെട്ടു. ഓടിച്ചെന്ന് അവരുടെ വലിയ കവാടങ്ങൾ അടച്ചു അകത്തേക്ക് പോയി. വിജയിയായ മൊഡേനയുടെ പട്ടാളക്കാർ അവിടേക്ക് കൊള്ളയടിക്കാൻ ആരംഭിച്ചു. കാരണം അവർക്ക് അവരുടെ വിജയത്തിൻ്റെ ചില തെളിവുകൾ ജയിച്ച സ്ഥലത്ത് നിന്നും കണ്ടെത്തേണ്ടതുണ്ട്. അവർ യുദ്ധത്തിൽ വിജയിച്ചു, ബൊലോഗ്നീസിനെ ഓടിക്കുകയും ചെയ്തു. എന്നാൽ സപ്പോളിനോ യുദ്ധക്കളത്തിൽ വെച്ചായിരുന്നു യുദ്ധം എന്നതുകൊണ്ട് വിലയേറിയ എന്തെങ്കിലും കൊള്ളയടിക്കാൻ കഴിയുന്ന നഗരത്തിൽ, ബൊലോഗ്ന നഗരത്തിൽ അവർക്ക് കയറാൻ സാധിച്ചില്ല. അപ്പോൾ വിജയ ട്രോഫി പോലെ മൊഡേനയിലേക്ക് തിരികെ കൊണ്ടുപോകാൻ കഴിയുന്ന എന്തെങ്കിലും അന്വേഷിച്ച് അവർ നഗരവാതിലുകൾക്ക് പുറത്ത് ചുറ്റിത്തിരിയുകയായിരുന്നു. ഒടുവിലൊരു സൈനികൻ ഒരു കിണർ കണ്ടു. അയാൾ അതിനടുത്തേക്ക് ഓടിച്ചെന്ന് വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന ഒരു വലിയ ബക്കറ്റ് വലിച്ചെടുത്തു. അതൊരു യുദ്ധ ട്രോഫിയായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അതൊരു പ്രത്യേക ബക്കറ്റായിരുന്നോ? അല്ല, കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണ മര ബക്കറ്റായിരുന്നു അത്. അയാൾ അത് ഉയർത്തിപ്പിടിച്ചു. മൊഡേന സൈന്യം വിജയാഹ്ലാദം കൊണ്ട് ആർപ്പ് വിളിച്ചുകൊണ്ട് അഭിമാനത്തോടെ അവരുടെ ആ വിജയ മര ബക്കറ്റുമായി നാട്ടിലേക്ക് മാർച്ച് ചെയ്തു. മൂല്യമില്ലാത്തൊരു ബക്കറ്റായിരുന്നെങ്കിലും അത് അവരുടെ വിജയത്തെ പ്രതീകപ്പെടുത്തി. അതുകൊണ്ട് അവർ അഭിമാനത്തോടെ അത് മൊഡേനയിലേക്ക് കൊണ്ടുപോയി. ബൊലോഗ്നയ്ക്കെതിരായ വിജയത്തിൻ്റെ പ്രതീകമായി മൊഡേനയിൽ ബക്കറ്റ് അഭിമാനത്തോടെ പ്രദർശിപ്പിച്ചു. ബൊലോഗ്നകൾ അത് തിരികെ മോഷ്ടിക്കാൻ വരുന്നതിനെക്കുറിച്ച് ചില സംശയങ്ങൾ തോന്നിയതിനാൽ അതൊരു ഗോപുരത്തിൻ്റെ ഉയരത്തിൽ നീളമുള്ളതും ശക്തവുമായ ഒരു ചങ്ങലയിൽ തൂക്കിയിട്ടു. ഇനി നമുക്ക് 17-ാം നൂറ്റാണ്ടിലേക്ക് ഏകദേശം 300 വർഷം മുന്നോട്ട് പോകാം. മൊഡേനയിൽ അലക്സാൻഡ്രോ ടസോണി എന്ന പേരിൽ ഒരു കവി താമസിച്ചിരുന്നു. അദ്ദേഹം അവിടെ ജനിച്ചു വളർന്നു. കുട്ടിക്കാലത്ത് തൻ്റെ മുത്തച്ഛനോടൊപ്പം ടവർ സന്ദർശിച്ചപ്പോഴാണ് അദ്ദേഹം ഈ പ്രശസ്തമായ ബക്കറ്റ് ആദ്യമായി കണ്ടത്. മഹത്തായ യുദ്ധത്തെക്കുറിച്ചും മൊഡേനയുടെ മഹത്തായ വിജയത്തെക്കുറിച്ചും മുത്തച്ഛൻ പറഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഭാവനയെ ഉയർത്തി കാണണം. അത് വളരെ സവിശേഷമായ ഒരു ബക്കറ്റാണെന്ന് അദ്ദേഹം കരുതിയിരിക്കണം. ടസോണി ഒരു എഴുത്തുകാരനും കവിയുമായി വളർന്നു. 1713 ദ ട്രോഫി ബക്കറ്റ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ഇതിഹാസ മോക്ക് ഹീറോ കവിതയായ ലാ സച്ചിയ റാപ്പിറ്റ അല്ലെങ്കിൽ ദി സ്റ്റോളൻ ബക്കറ്റിലൂടെയാണ് അദ്ദേഹം ഏറ്റവും അറിയപ്പെടുന്നത്. മഹത്തായ ഇതിഹാസ കാവ്യങ്ങളുടെ ആക്ഷേപഹാസ്യമായിരുന്നു ഈ കവിത. ട്രോഫി ബക്കറ്റും സപ്പോളിനോ യുദ്ധവും ഇതിന് പ്രചോദനമായി. യുദ്ധത്തെയും 2 നഗരങ്ങളെയും പരിഹാസ്യമാക്കാൻ ടസോണി യുദ്ധത്തെ മുഴുവൻ ബക്കറ്റിനെ ചുറ്റിപ്പറ്റിയാക്കി. അദ്ദേഹത്തിൻ്റെ പതിപ്പിൽ രാഷ്ട്രീയത്തിനും മറ്റ് ഭൂമി തർക്കങ്ങൾക്കും പകരം എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് മരത്തിൻ്റെ ബക്കറ്റായിരുന്നു. ഈ ഇതിഹാസ കാവ്യത്തിൻ്റെ ആക്ഷേപഹാസ്യ സ്വഭാവം കാരണം ടസോണി 1622 പാരീസിൽ ഇത് പ്രസിദ്ധീകരിച്ചെങ്കിലും 1624 കത്തോലിക്ക സഭയ്ക്ക് അരോചകമല്ലാത്ത രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിന് മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇത് ഇറ്റലിയിൽ പ്രസിദ്ധീകരിച്ചിരുന്നില്ല. ടസോണി എന്ത് ചെയ്തു? തൻ്റെ ഈ ഇതിഹാസ കാവ്യത്തിൽ ഒരു ഘടകം കൂട്ടിച്ചേർത്തു. പുരാതന ഇതിഹാസ കാവ്യങ്ങളുടെ ശൈലിയിലായതിനാൽ, ഈ കൃതി ആ ശൈലിയിലായതിനാൽ തീർച്ചയായും അദ്ദേഹത്തിന് അതിൽ ദൈവങ്ങളുടെയും ദേവന്മാരുടെയും എല്ലാം ഇടപെടൽ ആവശ്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥയിൽ ഈ വരാനിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്ത സ്വർഗത്തിലെത്തി. അതായത് ബൊലോഗ്നയും മൊഡേനയും തമ്മിലുള്ള മേൽപ്പറഞ്ഞ യുദ്ധം. ദേവന്മാർ ഈ വാർത്തയിൽ, അതായത് ഈ യുദ്ധവാർത്തയിൽ അവരുടെ കാതുകൾ കൂർപ്പിച്ചു. യുദ്ധദേവനായ ചൊവ്വയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു, അതിൽ ഇടപെടാൻ ആഗ്രഹിച്ചു.
എന്നാൽ മൊഡേണയെ പിന്തുണയ്ക്കാൻ വീഞ്ഞ്, ഫെർട്ടിലിറ്റി, ഉല്ലാസം, വിനോദം തുടങ്ങിയവയുടെ ദേവനായ ബാച്ചസും ബൊലോഗ്നയെ പിന്തുണയ്ക്കാൻ വീനസും ഇറങ്ങി. വീനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുക്രൻ. 3 ദേവതകൾക്കും വ്യത്യസ്ത താല്പര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് പരസ്പരം ഒത്തുപോകുന്നതിനോ സഹവാസം ആഗ്രഹിക്കുന്നതിനോ അവർ തടഞ്ഞില്ല. അവർ ഒരുമിച്ച് യാത്ര ചെയ്യുകയും 2 നഗരങ്ങൾക്കിടയിലുള്ള ഒരു സത്രത്തിൽ താമസിക്കുകയും ചെയ്തു. പക്ഷേ ഞെട്ടിപ്പിക്കുന്ന കാര്യം അവർ മൂവരും ഒരു മുറി പങ്കിട്ടു എന്നതാണ്. ഇനി ടസോണിയുടെ ഈ പുരാണ കഥ അവിടെ നിൽക്കട്ടെ, കാരണം അതിൽ ഇനി വലിയ പ്രസക്തിയില്ല. ആ കഥ എന്തോ ആവട്ടെ. നമുക്ക് പാസ്തയിലേക്ക് മടങ്ങാം. ടോർട്ടലിനി എന്ന പാസ്ത. ഈ ടോർട്ടലിനിയുടെ സൃഷ്ടികഥ ടസോണിയുടെ കവിതയിലെ ഈ ഘട്ടത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ബൊലോഗ്നയുടെയും മൊഡേണയുടെയും സൈന്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം ഒരു ദിവസം കണ്ടതിന് ശേഷം ഈ 3 ദൈവങ്ങളും ക്ഷീണിതരായി. യുദ്ധം ചെയ്യുന്ന 2 നഗരങ്ങൾക്കിടയിലുള്ള ഒരു സത്രത്തിൽ രാത്രി ചിലവഴിക്കാൻ തീരുമാനിച്ചു. വീനസും ബാച്ചസും മാർസും ഒരു മുറി ചോദിച്ചു. സത്ര സൂക്ഷിപ്പുകാരൻ അവരെ പരിശോധിക്കുമ്പോൾ പ്രണയത്തിൻ്റെ ദേവതയായ വീനസിൽ അയാൾക്ക് വളരെയധികം താല്പര്യം തോന്നി. അവളിൽ നിന്ന് അയാൾക്ക് കണ്ണുകൾ എടുക്കാൻ കഴിഞ്ഞില്ല. 3 ദൈവങ്ങളും കൈകൾ ബന്ധിച്ച് നല്ല ജോളിയായി ചിരിച്ചുകൊണ്ട് അവരുടെ മുറിയിലേക്ക് പോയി. അപ്പോഴേക്കും സത്രക്കാരൻ കൗണ്ടർ തുടയ്ക്കാൻ തുടങ്ങി, തൻ്റെ മറ്റ് ജോലികൾ ചെയ്യാൻ തുടങ്ങി. എങ്കിലും അയാൾക്ക് വീനസിനെ മനസ്സിൽ നിന്ന് മറയ്ക്കാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ മാർസും ബാച്ചസും യുദ്ധക്കളത്തിലേക്ക് പോയി. അതും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെയാണ് അവർ പോയത്. എന്നാൽ സുന്ദരിയായ വീനസ് സമാധാനത്തോടെ ഉറങ്ങുകയായിരുന്നു. അവർ പോകുമ്പോൾ അവളെ ശല്യപ്പെടുത്തരുതെന്ന് തീരുമാനിച്ച് തന്നെയാണ് പോയത്. അതുകൊണ്ട് അവൾ സുഖമായി ഉറങ്ങി. ഈ സത്രം ഉടമ അല്പം ഭയങ്കരനും ഒരു സാഹസികനും ഒക്കെ ആയിരുന്നു. മറ്റു 2 ദൈവങ്ങളും പോകുന്നത് കണ്ടപ്പോൾ അയാളുടെ ചിന്തകൾ ദേവി മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കുന്നതിലേക്ക് തിരിഞ്ഞു. ശബ്ദമുണ്ടാക്കാതെ അയാൾ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി. അയാൾ താക്കോൽ ദ്വാരത്തിലേക്ക് ഒരു കണ്ണുകൊണ്ട് നോക്കി. അപ്പോൾ കണ്ടതോ, ദേവി വാതിലിനുള്ളിൽ നഗ്നയായി നിൽക്കുന്നു. സത്രമുടമയുടെ ദർശനരേഖ വീനസിൻ്റെ വയറിൽ കേന്ദ്രീകരിച്ചു. എത്ര മനോഹരമായ ഒരു വയറായിരുന്നു അത്! എത്ര മനോഹരമായ പൊക്കിൾക്കൊടി! പ്രണയദേവതയും അവളുടെ പൊക്കിൾക്കൊടിയും കണ്ട് അവൻ ആകൃഷ്ടനായി. അന്നത്തെ ഭക്ഷണം തയ്യാറാക്കാൻ അവൻ പടിക്കെട്ടുകൾ ഇറങ്ങി അടുക്കളയിലേക്ക് പോയി. പക്ഷേ അയാൾക്ക് മനസ്സിൽ വന്നത് വീനസിൻ്റെ പൊക്കിൾക്കൊടി മാത്രമായിരുന്നു. കാരണം അത് വളരെ പെർഫെക്റ്റായി അയാൾക്ക് അനുഭവപ്പെട്ടു. പാസ്ത ഉരുട്ടിയെടുത്തപ്പോൾ ഉദ്ദേശിച്ച പോലെ നീളമുള്ള സ്പഗട്ടി ഉണ്ടാക്കുന്നതിന് പകരം താൻ കണ്ട ദേവതയുടെ അത്ഭുതമായ പൊക്കിൾക്കൊടിയോട് സാമ്യമുള്ള ഒരാകൃതിയിൽ അത് രൂപപ്പെടുത്താൻ അയാൾ ശ്രമിച്ചു. ഒരുപക്ഷെ അയാൾ അറിയാതെ ചെയ്തതാകാം. എന്തായിരുന്നാലും എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു പാൻ നിറയെ ടോർട്ടലിനി ഉണ്ടായിരുന്നു. അത് ടോർട്ടലിനി എന്ന പാസ്ത, പൊക്കിൾക്കൊടി ആകൃതിയുള്ള പാസ്ത നിറഞ്ഞ ഒരു പാൻ. അങ്ങനെ ബക്കറ്റ് ട്രോഫിയായ ഒരു യുദ്ധം പ്രണയദേവതയുടെ പൊക്കിൾക്കൊടിയുടെ ആകൃതിയിലുള്ള ഒരു പാസ്തയിലേക്ക് നയിച്ചതിൻ്റെ ഐതിഹ്യം ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ആ ബക്കറ്റ് ഇന്നും നിങ്ങൾക്ക് മൊഡേണയിൽ കാണാൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഒറിജിനൽ പാലാസോ കമുനാലയിലാണ് ഉള്ളത്. കാസ്റ്റൽ ഫ്രാങ്കോയിലെ ഒരു ടോർട്ടലിനി ഫെസ്റ്റിവലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് പങ്കെടുക്കാം. ബൊലോഗ്നയും മൊഡേണയും ഇപ്പോഴും എതിരാളികളാണ്. ആരാണ് ടോർട്ടലിനി സൃഷ്ടിച്ചതെന്നും ആർക്കാണ് ഏറ്റവും മികച്ച ടോർട്ടലിനി ഉള്ളതെന്നും അവർ ഇപ്പോഴും വാദിക്കുന്നു. എന്നാൽ അവർ ഒരു വിട്ടുവീഴ്ചയിലെത്തുന്നുണ്ട്. ഒരു വിഷയത്തിൽ 2 നഗരങ്ങൾക്കിടയിലുള്ള ഒരു പട്ടണമായ കാസ്റ്റൽ ഫ്രാങ്കോയിൽ സത്രക്കാരൻ താക്കോൽ ദ്വാരത്തിലൂടെ എത്തി നോക്കി നാഫിയുടെ ആകൃതിയിലുള്ള ഒരു പാസ്ത സൃഷ്ടിച്ചുവെന്ന് അവരെല്ലാവരും സമ്മതിക്കുന്നു. ഇങ്ങനൊരു കഥ. കാസ്റ്റൽ ഫ്രാങ്കോയിൽ അവർ എല്ലാ വർഷവും സെപ്റ്റംബർ 2ാം വാരത്തിൽ സെൻറ്റ് നിക്കോളാസിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ഈ ടോർട്ടലിനിയുടെ സൃഷ്ടികഥ ആഘോഷിക്കുകയും പുനരാവിഷ്കരിക്കുകയും ചെയ്യുന്നു.